CPM ആക്രമണത്തെയും പോലീസിന്റെ പക്ഷഭേദ നടപടിയെയും ചോദ്യം ചെയ്ത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് BJPയുടെ പ്രതിഷേധ മാർച്ച്. ചെമ്മണ്ണൂരിൽ CPM ആക്രമണത്തിൽ പരിക്കേറ്റ BJP പ്രവർത്തകനെതിരെയും ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിലാണ് പ്രതിഷേധം. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച BJP പ്രവർത്തകരുടെ ക്ലബ്ബിൽ കയറി 20ഓളം CPM പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ BJP പ്രവർത്തകൻ കണ്ണമ്പിള്ളി വിഷ്ണുവിന് ചുറ്റിക കൊണ്ട് തലയ്ക്കും നെഞ്ചിലും അടിയേറ്റിരുന്നു. ശ്രീനാഥ്, ദേവദത്ത് എന്നീ BJP പ്രവർത്തകർക്കും പരിക്കേറ്റു. പക്ഷേ പരിക്കേറ്റ BJP പ്രവർത്തകർക്കെതിരെയും ഗുരുതര വകുപ്പുകൾ ചുമത്തി കുന്നംകുളം പോലീസ് കേസെടുത്തു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ ഉയർന്നത്. പ്രദേശത്ത് വർദ്ധിച്ചു വന്ന BJP സ്വാധീനം തടയാനുള്ള ശ്രമമാണ് CPMന്റേതെന്നും ഇതിന് സൗകര്യം ചെയ്യാനാണ് പോലീസ് തീരുമാനമെങ്കിൽ ശക്തമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞു. മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള കാറ്റ് തരംഗം അത് കേരളത്തിലേക്ക് ഉണ്ടാകും. തൃശ്ശൂർ ജില്ലയിലേക്ക് വീണ്ടും കിട്ടി 200 കോടി രൂപ വികസന പ്രവർത്തനത്തിന്. കോടികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളല്ലേ പറഞ്ഞത് ഗാലറിയിൽ ഇരുന്ന് കളി കാണേണ്ടി വരും, സുരേഷ് ഗോപി ജയിക്കില്ല എന്ന്? ഇപ്പൊ ഞങ്ങളെ പേടിയാണ്. എന്താ പേടി? പണ്ട് അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. ഇനി എങ്ങാനും മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൈപ്പത്തിയുടെ വോട്ട് VD സതീശന്റെ ടീം മറിച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ BJPയെ പരാജയപ്പെടുത്താനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും നിങ്ങളിൽ ആര് അകത്തു പോകണം എന്ന്. കേരള നിയമസഭയ്ക്കകത്ത് ഏത് കോൺഗ്രസുകാരൻ പോകണം, ഏത് മാർക്സിസ്റ്റുകാരൻ പോകണം എന്നുള്ള തീരുമാനമെടുക്കാൻ സംഘടിത ശക്തിയുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. പ്രവർത്തകരുമായി ഉന്തും തള്ളുമുണ്ടായി. BJP തൃശൂർ നോർത്ത് ജില്ലാ അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ തുടങ്ങി ജില്ലാ നേതാക്കളും മാർച്ചിൽ അണിനിരന്നു. ജനം, തൃശൂർ.